ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയായിട്ടുള്ള മുരിങ്ങയും പരിപ്പിട്ട ഒരു ഒഴിച്ചു കറിയാണ്. അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വരും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ മുരിങ്ങ പറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി മുരിങ്ങയും പരിപ്പിട്ടിട്ട് ഒരു കറി വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇന്നാണ് സാധിച്ചത്. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് മുകളിലേക്ക് വന്നാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നല്ല വഴുക്കലാണ്. അപ്പോൾ അത് മുകളിൽ നിന്നിട്ടേ പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലയൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. നല്ല കുലുന്ത് നോക്കി പറിച്ചെടുക്കണം കേട്ടോ. ഞാൻ അധികം മൂത്ത ഇല പറിക്കാറില്ല. അതുണ്ടോ, നല്ല കുലുന്ത് നോക്കിയിട്ട്. അപ്പോൾ ഇത് പരിപ്പിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊരിയെടുക്കട്ടെ. ഇത് കോഞ്ചിലില്ലാതെ ഊരിയെടുക്കണം കേട്ടോ. ഞങ്ങളൊക്കെ മുരിങ്ങ ഊരുക എന്നാ പറയാ, നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതെല്ലാം ഒന്ന് നന്നായി കോഞ്ചിലില്ലാതെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേകാനിടണം. ഞാനിവിടെ ഒരു 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ പരിപ്പ്. സാമ്പാറിനൊക്കെ എടുക്കുന്നില്ലേ, ആ തോര പരിപ്പ്, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പൊന്ന് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു 3/4 മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 4 കഷ്ണം ചെറിയുള്ളി എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മൺപാത്രം എടുത്ത്, ഞാൻ മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് ഈ പൊടിയൊന്നും കട്ടയാവാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി എടുക്കുന്നുണ്ട് ഞാൻ. ഇത് പഴുത്ത തക്കാളി ആവണം. പിന്നെ ഞാനിത് ചെറുതായതുകൊണ്ട് 2 എടുത്താണ്. വലിയ തക്കാളിയാണെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വെള്ളമൊക്കെ നിങ്ങളുടെ അളവിന് ഒഴിക്കണം കേട്ടോ. ഞാൻ ഒരു 250 ml 2 കപ്പ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ആളുടെ അളവിലാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നത്. ഒന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. കൂടുതൽ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്ത ഉടനെ ഒരു തിള വന്നാൽ മതി. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. മീനിൻ്റെ അടുത്ത് പോവുകയില്ല. കാരണം മത്തിക്കൊക്കെ 300 രൂപയാണ്, അയിലേക്ക് 220 രൂപയാണ് ഞാൻ ഇന്നാളോട് ചോദിക്കുമ്പോൾ. അപ്പോൾ മീൻ തീരെ വാങ്ങാൻ പറ്റില്ല. പച്ചക്കറിയും നല്ല വിലയാണ്. അപ്പോൾ നമ്മളെ കറി വയ്ക്കാനില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മളൊക്കെ മുരിങ്ങ വയ്ക്കുക അല്ലേ. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ്, നല്ല കണ്ണിന് നല്ല കാഴ്ചശക്തിയുണ്ട്. ഇത് കണ്ണിനെ കാഴ്ചശക്തി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ഗുണമുള്ളൊരു ഇലക്കറിയാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ മുരിങ്ങ ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു തിള വന്ന ശേഷം നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുരിങ്ങ ഇങ്ങനെ നിറയെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ ഈ ആവിയിൽ ഈ മുരിങ്ങ ഇല താന്ന് വരും. അപ്പോൾ നമ്മൾ ഒഴിച്ച് ചാറ് കറക്റ്റായിരിക്കും. ഞങ്ങളുടെ ഈ സമയത്ത് കുറച്ച് മാങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ, ഈ ജൂലൈ മാസത്തിൽ. നിങ്ങളുടെ ഈ സമയത്തൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മാങ്ങ കായ്ച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. എന്തത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ സമയത്ത് മാങ്ങ പിഞ്ചിടുന്നത്. ഇതുണ്ട്. അപ്പോൾ ഈ മുരിങ്ങ ആവിയിലൊന്ന് വെന്ത് കിട്ടുമ്പോൾ ഇതുപോലെ കണ്ടോ, താന്ന് വന്നപ്പോൾ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ തിളയ്ക്കുമ്പോൾ ഈ വെള്ളം കറക്റ്റായി വരും കണ്ടോ. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടായിരിക്കണം ഈ മുരിങ്ങയും പരിപ്പും കറി. കൂടുതൽ വെള്ളം പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇല കൂടുതൽ വെന്ത് കളർ മാറാൻ പാടില്ല. ഈ പച്ച ഇലയാവാതെ തന്നെ നമ്മൾ ഇറക്കണം. ഒറ്റ തിള വന്നാൽ മതി. ഇനി അടച്ച് വെക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, താളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്.
അപ്പം നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ണിന് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇലക്കറി കൂടിയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.